പുതുമയാർന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്കായി പരിചയപ്പെടുത്തുകയാണ് റീന മാർട്ടിൻ. ഫ്ലവർ അറേഞ്ച്മെന്റ് എപ്പോഴും നമ്മൾ തനിയെ വീട്ടിൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫ്രഷ് ഫ്ലവർ ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രഷ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 1 വീക്ക് അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 3 ഡേയ്സിലൊക്കെ ചില ഫ്ലവേഴ്സ് അങ്ങ് വാടിപ്പോവും. അപ്പോൾ ഡ്രൈ ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വർഷങ്ങളോളം അത് നല്ല ഭംഗിയായിട്ട്, അതിനൊന്നും അത്യാവശ്യം ശകലം പൊടി പിടിക്കുന്നേ ഉള്ളൂ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നൊരു ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതൊരു ഡ്രിഫ്റ്റ് വുഡാണ്. നമുക്ക് ഡ്രിഫ്റ്റ് വുഡ് ഇതിപ്പോൾ ഈ ഷേപ്പിലുണ്ട്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെറിയൊരു തടി കഷ്ണം കിട്ടിയാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പിന്നെ ആവശ്യമുള്ള സാധനം വരുന്നത്, ഇപ്പോൾ ഇത് ഫ്ലോറൽ ഫോമാണ്. ഫ്ലോറൽ ഫോം സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഗ്രീൻ കളറിലെ ഫോം ആയിരിക്കും, അത് ഫ്രഷ് ഫ്ലവറിനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല, നനയ്ക്കാൻ പറ്റില്ല. ഇത് ഡ്രൈ ഫ്ലവറിന് വേണ്ടി മാത്രം വരുന്ന ഫോമാണിത്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ശരിക്കും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സൈസിലേക്ക്, ഇത് വലിയ ശരിക്കും ഗ്രീൻ ഫോമിൻ്റെ പോലെ തന്നെ ഒരു ബ്രിക്കായിട്ട് വരുന്നത്, നമുക്ക് ആവശ്യമുള്ള സൈസ് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ആ ഡ്രിഫ്റ്റ് വുഡോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പം ബാസ്ക്കറ്റിലൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇത് മറ്റേ ഫോം പോലെ സാധാരണ അതുപോലെ തന്നെ നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അളവിലേക്ക് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കാരണവശാലും ഇത് പോകില്ല, നമുക്കിത് അവിടെ ഫിക്സ് ആണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു കമ്പി വെച്ച് വേണമെങ്കിൽ കെട്ടി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് അത് പോകുന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പി എങ്ങനെ കുത്തുന്നതെന്നും കാണിച്ചു തരാം. നമ്മളത് എവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത്, സാധാരണ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറ് തന്നെയാണിത്, അത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അത് കമ്പി കയറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ സോളാവുഡിൻ്റെയാണ് ഈ ഫ്ലവർ വരുന്നത്. ഇപ്പോൾ സോളാവുഡാണ് നാച്ചുറലായിട്ട് ഡ്രൈ ഫ്ലവേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണ സോളാവുഡാണ്. ഇപ്പോൾ അങ്ങനെ ഒത്തിരി വാങ്ങിക്കാൻ കിട്ടും, സോളാവുഡ് ഫ്ലവേഴ്സ് നമുക്ക് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് തനിയെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ സോളാവുഡ് ഒത്തിരി വാങ്ങിക്കാൻ, ആ ഷീറ്റ് ഇങ്ങനെ ഒരു റോളായിട്ട് കിട്ടണം, അത് വാങ്ങിക്കാൻ കിട്ടും. അത് തന്നെ ഇതൊരു പെറ്റല ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ തനിയെ ഉണ്ടാക്കിയ ഫ്ലവറിന് ഇത് പെറ്റല ഷേപ്പ്, സാധാരണ ഒരു ഷേപ്പ്. ഇപ്പോൾ ഈ ഷേപ്പല്ല, കുറച്ച് റൗണ്ടായിട്ട് എങ്ങനെ വന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സീഡ്സ് നമുക്ക് ഇങ്ങനെ സ്റ്റെമ്മായിട്ട് അതും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് ആ കമ്പി ആദ്യം ഇതിൽ ഒന്ന് പിടിപ്പിക്കണം. ആ സ്റ്റെമ്മിലോട്ട് കമ്പി പിടിപ്പിച്ചിട്ട് ഇത് നൂലിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര, ഇതിപ്പോൾ ഞാനിതിൽ 4 പെറ്റൽസ് എടുത്തിട്ടുണ്ട്, 5 എണ്ണാവോ 6 എണ്ണാവോ നമ്മുടെ ഇഷ്ടം പോലെ പെറ്റൽസ് അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് ഫ്ലവർ ടൈപ്പ് ചുറ്റി ഫ്ലവറാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈ ലീവ്സാണ്. ഡ്രൈ ലീവ്സ് ഒത്തിരി വാങ്ങാൻ കിട്ടും. അത് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ലീവ്സ് കട്ട് ചെയ്ത് എടുത്തിട്ട് കമ്പി ചുറ്റി അതിനെ ഫ്ലവർ ടൈപ്പ് ചുറ്റിയെടുക്കണം. കാരണം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ പീസുകളായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ചാക്കിയില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റയായിട്ടിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് കമ്പി കെട്ടിയെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ സ്റ്റാർട്ടിങ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ലീഫ് ഞാൻ ഇത്ര ഹൈറ്റിൽ എടുക്കുന്നുള്ളൂ, ഇവിടെ വരെയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോകും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഹാഫ് സൈസ് ഹൈറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഈ വശം ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിനിപ്പോൾ 2 സൈഡും ഭംഗിയായതിന് നമുക്ക് ഏത് സൈഡ് വെച്ച് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് എടുക്കാം. അത് ഇത്ര ലീവ്സ് ഞാൻ ഇതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. ലീവ്സ് അത്ര ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സ് തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഫില്ലേഴ്സ് എന്തെങ്കിലും വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിനേക്ക് നമുക്ക് ഫ്ലവേഴ്സ് വയ്ക്കാം. ഇനി ഫ്ലവേഴ്സ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ലീഫ് വെച്ചിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയേക്കാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ ഷേപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് പോകാണ്ട് ശ്രദ്ധിക്കണം. അല്ലാണ്ട് പിന്നെ ഫ്ലവേഴ്സ് അതിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയത് അങ്ങ് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഫ്ലവേഴ്സ് ഫില്ലായി. നമുക്കിതിനിപ്പോൾ ഫില്ലേഴ്സ് വയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് ലീഫും ഫ്ലവേഴ്സും കൊണ്ട് തന്നെ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.